ഇല്ല മിൻസലാം 3 ഭാഗത്തൊഴികെ, അഥവാ 3 ഭാഗത്ത് അവന്റെ കർമ്മം നിലനിൽക്കുന്നു എന്നാൽ ഫലത്തിൽ ജീവചൈതന്യം നിലനിൽക്കും പോലെയാണ്. ഫലത്തിൽ അവൻ അമരനാണ്. സദഖത്തുൻ ജാരിയ വഇൽമു യുൻതഫഉ ബിഹി വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഒരാൾ മരിച്ചിട്ടും മരിക്കാതെയാവണമെങ്കിൽ അയാൾക്ക് സ്വാലിഹായ മക്കളുണ്ടാവണം. മക്കളുണ്ടായ പോരാ. വലതുൻ യദ്ഉ ലഹു അല്ല, ദ്വാരക്കുന്ന മക്കളുണ്ടായിട്ടും കാര്യമല്ല. കാരണം ദ്വാ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ മകൻ ആരാകണം? സ്വാലിഹാണ്. വലതുൻ യദ്ഉ ലഹു എന്നല്ല, ഉസ്താദ് ധരിക്കണം. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അപ്പോൾ വിവാഹത്തിന്റെ 2ാം ലക്ഷ്യം നശിപ്പിച്ചു. ചിന്തിക്കണം. വിവാഹത്തിന്റെ 2ാം ലക്ഷ്യം മക്കളുണ്ടാകലാണ്. മക്കളുണ്ടായാൽ റസൂലുള്ളാഹിക്കും അഭിമാനിക്കാം, നമുക്കും നേടാം ഖബറിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്താവണം? മക്കൾ രക്ഷിതാക്കളുടെ കീഴിൽ വളരണം. ചിന്തിക്കുക. ഉസ്താദെ, ബഹുമാനപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ ദീന് പഠിപ്പിച്ചു തന്ന നമ്മുടെ നേതാക്കളിലെ സമുന്നത സ്ഥാനത്തുള്ള ഒരാളാണ് ഇന്ന് നമ്മൾ ഉസ്താദ്. അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്താണ് ബഹുമാനപ്പെട്ടവരടക്കമുള്ളവർ നമ്മൾ ചിന്തിക്കുക? എന്തേ നമ്മളെ വീട് ഇങ്ങനെ ആക്കിയത്? ഒന്ന്, ഏകദേശ വീടുകൾ അരക്ഷിതമാണ്. ചിന്തിക്കണം. പഴയതുപോലെയല്ല. പഴയ വീടുകളിൽ ബാപ്പയുണ്ടായിരുന്നു, കൃത്യമായ വല്ലിപ്പയുണ്ടായിരുന്നു, വല്യമ്മണ്ടായിരുന്നു, അച്ചടക്കമുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. യാ അയ്യുഹല്ലദീന ആമാനൂ ഖൂ അൻഫുസകും വഅഹ്ലികും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. ജനങ്ങളെ, നിങ്ങളെ തടിയെയും നിങ്ങളെ മക്കളെയും നരകത്തിൽ നിന്ന് കാക്കുകയും ജനങ്ങളെ. സൂറത്തുൽ തഹ്രീമിന്റെ 6ാമത്തെ ആയത്ത്. ഈ ആയത്ത് കേട്ടപ്പോൾ ഒരു സഹാബി പൊട്ടി വീണു, അപ്പോൾ മരിച്ചു. സൂറത്തുൽ തഹ്രീം 6ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ ഒരു സ്വഹാബി മരിച്ചു. അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. قال النبي صلى الله عليه وسلم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. മനുഷ്യരെ, നമ്മളിന്ന് ഒക്കെ നശിപ്പിച്ചില്ലേ? നമ്മളിന്ന് പണത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. പണത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ എന്തുണ്ടായി? ഇദാ സറാബുനി ദുനിയാഹു അലാ ആഖിറതിഹി ബസത്തു അലൈഹി ഉമൂമഹു ഖാല റസൂലുള്ളാഹി. ഒരു അബദ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എപ്പോഴാണ് ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുമെങ്കിൽ അവരുടെ സകലമായ വിഷയങ്ങളിലും ആ ജനതക്ക് അല്ലാഹു തആല ഹമ്മ് നൽകും. ഹമ്മ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകണമെങ്കിൽ കാരണം ഉണ്ടാകണം. കാരണം ലഭ്യതയുടെ അപര്യാപ്തത. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? നല്ലപോലെ ചിന്തിക്കണം. എല്ലാവരും ചിന്തിക്കണം. ഇവിടെ ഇപ്പൊ അധ്യക്ഷൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. എന്താ അധ്യക്ഷൻ പറഞ്ഞത്? പഴയതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നാണയം കിട്ടാനുള്ള മാർഗമൊന്നും ഇല്ല. മാർഗമില്ലാതായാൽ മനുഷ്യൻ എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ കിട്ടുന്ന വഴി നോക്കും. അപ്പോൾ കുറെ കാര്യം അവന് നഷ്ടപ്പെടും. അങ്ങനെയാണ് ഭാര്യസുഖം നഷ്ടപ്പെട്ടത്, കുട്ടികളെ തർബിയത്ത് നഷ്ടപ്പെട്ടത്. അസല് കാരണം അവന് ടെൻഷൻ. എപ്പോഴാ ടെൻഷൻ ഉണ്ടാവുക? ഇതാ സറാബുനുള്ളി. നിങ്ങളിന്റെ ഒപ്പുണ്ടാ? നിങ്ങൾ ഉറക്കം കണ്ട് പറയും, നിങ്ങളിന്റെ ഒപ്പുണ്ടാ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാ? ഇത് ചിന്തിക്കേ.
ഞാനങ്ങനെ ചറപറാന്നൊരു വാഴ്ന്നു പറയുന്ന ആളൊന്നുമല്ല. അതൊന്നും എനിക്കൊട്ട് അറിയുകയുമില്ല. കുറെ സ്വാഗതത്തിൽ പറഞ്ഞൊക്കെ ഏറെയാണ്, എനിക്കതൊന്നും അറിയൂല. അങ്ങനെയുള്ള അക്ഷരം കൊണ്ട് അമ്മാനമാടാനൊന്നും എനിക്കറിയൂല. ഞാനൊരു ഏറനാടൻ ഗ്രാമീണനാണ്. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. അതിനപ്പുറം ഒന്നും എനിക്കറിയൂല. പക്ഷേ ഞാൻ പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ എന്റെ രാവുപകലുകളിലും ദിനയാത്രകളിലും ഞാൻ എന്നോട് പറയുന്നത് പോലെ നിങ്ങളോട് പറയാം. ഞാൻ എന്നോട് പറയുന്നത് നിങ്ങളോട് പറയുന്നത് പോലെയാകുമ്പോഴാണ്, എന്നോട് പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്നോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് കൊണ്ടാണ് ഇന്ന് നേരം വെളുത്തിട്ട് പോലും 1 or 2 തവണ ഞാൻ ഇരുന്ന് ആലോചിച്ച വിഷയമാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഈ പറയുന്നത്. അത് നിങ്ങളോട് പറയാൻ വേണ്ടി ആലോചിച്ചതല്ല. ഇവിടെ എങ്ങനെയൊക്കെ പറയും, ഇവിടുത്തെ വിഷയം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞതാണ്. പക്ഷെ ഞാൻ എന്റെ മനസ്സിന്റെ വേബത്വ കൊള്ളുകയാണ്, എന്റെ മനസ്സിന്റെ വേദന. എന്തേ സംഭവിച്ചു പോയത്? ഇവിടെ പറഞ്ഞല്ലോ ഗൾഫെന്നും പറഞ്ഞു, നാണയല്ലായ്മ, ലഭിച്ച ഭക്ഷണം ലഭിക്കാതെയായി. ലഭിച്ച ഭക്ഷണം ലഭിക്കാതെയാവലിന് കാരണം ഞാൻ പറഞ്ഞു. എന്താ കാരണം? ലഭിച്ച ഭക്ഷണം സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് കിട്ടാതിരിക്കാൻ ന്യായം ഉണ്ടാവും. കാരണം അവരെ ഖജനാവിൽ കൂറായിരിക്കും, അവരെ ഖജനാവിൽ സാധനം ഉണ്ടാവില്ല. അരിലോട് വന്നിട്ടില്ല, ആന്ധ്രയിൽ നിന്ന് അരി വന്നിട്ടില്ല, അതുകൊണ്ട് എന്ന് പറയും അവര്. ട്രഷറിയിൽ പോയാൽ പൈസ ഇല്ല, എന്തേ പൈസ ഇല്ലാത്തത്? മേലെന്ന് വന്നിട്ടില്ല എന്ന് പോയി പറയും. മേലെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എന്നാണ്, ഇവിടുന്നൊക്കെ മേലെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നാണ് അർത്ഥം. തിരുവനന്തപുരം അവര് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല. എന്തേ കാരണം? മേലെന്ന് വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും മേലെ എന്ന് പറഞ്ഞാൽ ഡൽഹി എന്നാണ് അർത്ഥം. അവിടെ പോയപ്പോ പറഞ്ഞു ഒന്നുമില്ല. BJP ഇറങ്ങിപ്പോയപ്പോ ഖജനാവിൽ കൂറക്കാട്ടാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒന്നുമില്ല. മേലെന്ന് വന്നാൽ തരാം. ഡൽഹിയില് മേലെ എന്ന് പറഞ്ഞാൽ നമ്മളെയും അടികളാക്കുന്ന ലോകബാങ്ക് എന്നാണ് ഇതിനർത്ഥം. ഇവരെ കയ്യിലൊന്നും സത്യത്തിൽ ഒന്നുമില്ല. ഇവരൊക്കെ സുൽത്താൻ പോയിട്ട് സുൽത്താൻ പോലുമല്ല. സുൽത്താൻ ആരാ? ചിന്തിക്ക്. وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. എനിക്ക് ഭക്ഷ്യക്ഷാമമില്ല. ആർക്ക്? ലോകത്തെവിടെയും ഭക്ഷണക്ഷാമമാണ്, ഇല്ലേ? എന്താ ഇന്നത്തെ പ്രസന്റ് ഇഷ്യൂ? എന്താ ഇന്നത്തെ പ്രസന്റ് ഇഷ്യൂ? ഭക്ഷ്യക്ഷാമം. ആ ജോർജ് ബുഷ് എന്നൊരു മണ്ടനുണ്ടല്ലോ, എന്താ അവൻ പറഞ്ഞതെന്നറിയോ? ഇന്ത്യക്കാർ തീറ്റ കൂടിയത് കൊണ്ടാണ്. വല്ലാത്തൊരു മണ്ടനാണ് ഇവൻ. ഷുക്കൂറിനേക്കാൾ വലിയ മണ്ടനാണ്. വടകരക്കാരെ പാട്ടിൽ പറഞ്ഞ ഷുക്കൂറിനേക്കാൾ മണ്ടനാണ് ജോർജ് ബുഷ്. എന്നാ നിങ്ങൾക്കല്ലേ കേൾക്കണ്ടത് ഇവൻ ഇത്ര വലിയ മണ്ടനാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവൻ തന്നെ മണ്ടനാ, ഇവൻ മണ്ടന്റെയും മണ്ടനാ. ഇവൻ പറയാണ് ഇന്ത്യക്കാര് തീറ്റ കൂട്ടിയതല്ല, ഇന്ത്യക്കാർ തീറ്റക്ക് ഇപ്പോ കുറച്ചു. അത് പഠിച്ചോടെ പേടിച്ചു കുറച്ചുമല്ല, ഇന്ത്യക്കാർക്കൊക്കെ ഏകദേശം ഇപ്പോ കൊളസ്ട്രോളാണ്. ഇന്ത്യക്കാർക്ക് ഇപ്പോ പഞ്ചസാരയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ആരോടും പറയണ്ട, ഇന്ത്യയിലാണ്. തീറ്റ കുറച്ചത്. അപ്പൊ വിഷയമെന്താ? വിഷയം وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. പ്രസിഡന്റ് അധ്യക്ഷൻ പറഞ്ഞതിലും ഉസ്താദ് പറഞ്ഞതിലും ഒതുങ്ങും വിഷയങ്ങളൊക്കെ. ഇന്നത്തെ പ്രസന്റ് ഇഷ്യൂ ഖജനാവിലുണ്ട് എമ്പാടും. എന്റെ ഖജനാവിലില്ലാത്തൊരു സാധനവുമില്ല.
എന്റെ ഖജനാവെന്ന് അറിഞ്ഞു കിടക്കുകയാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ചിന്തിക്കണം. ഖജനാവൊക്കെ അറിഞ്ഞു കിടക്കാണ്, പക്ഷേ ഇവിടെ ഭക്ഷ്യക്ഷാമമുള്ള വിവരം അവൻ അറിഞ്ഞിട്ടില്ല എന്ന് വരുമോ? അങ്ങനെ അതുമല്ല, അണ്ടത്തോടിൽ ഇപ്പോൾ മീൻ വരുന്നില്ല എന്ന് വർത്താനം അള്ളാഹു അറിയാതെയാണോ? അണ്ടത്തോട് ബീച്ചിൽ പഴയകാലത്തെമ്പാട് മീൻ കിട്ടിയിരുന്നു, ഇപ്പോൾ മീൻ വരുന്നില്ല എന്നുള്ള കാര്യം അവൻ അറിയാതെയാണോ? اسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون. കട്ടിങ്ങി കുറക്കണ്ട, നമ്മ കട്ടമ്മ പിടിച്ച് കളിക്കണ്ട, കേട്ടോ? നീ ഒന്നും ഇങ്ങനെ കണ്ടിട്ട് ഞാൻ അറിയും. എനിക്ക് ദുനിയാവിൽ പച്ചവെള്ളത്തിനേക്കാൾ അറിയുന്ന സാധനം മൈക്കാണ്. ഒരു ദിവസം 10 മണിക്കൂറൊക്കെ പ്രസംഗിക്കും. അങ്ങില്ലാത്ത ദിവസം കുറവാണ്, വളരെ കുറവായിരിക്കും. മൈക്കക്കാരന് ഒരു ദിവസം മൈക്കമിൽ പണി 2 മണിക്കൂറാണ്. എനിക്ക് മൈക്കൽ മമ്പണി 10 മണിക്കൂറാണ്. ചിന്തിക്കും. മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തിയിരുന്ന ദാവൂദ്, സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രവിശ്യയിലെ ജനതയെ പറ്റി പറയുകയാണ് ഇവിടെ ഖുർആൻ. ജോർദാനിന്റെ ഒരു 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 തുറമുഖ പ്രവിശ്യയിലായിരുന്നു ആ ജനത വസിച്ചിരുന്നത്. BC 1050 اسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. ഒരു ജനതയെ പരീക്ഷിക്കാൻ വേണ്ടി ആ ജനതക്ക് അല്ലാഹു ശനിയാഴ്ച മാത്രം മത്സ്യം കൊടുക്കുകയും അല്ലാത്ത ഒരു ദിവസം മത്സ്യം കൊടുക്കാതെയും ഇരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ചിന്തിക്കണം. എന്തേ? അപ്പോൾ മത്സ്യം വരുന്നതും വരാതിരിക്കുന്നതും ആരറിയും? അവരുടെ പ്രധാന ആരാധനാ ദിവസം ശനിയാഴ്ച. അവർ ആരാധനയുടെ മടിയന്മാരായിരുന്നു. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ആ മടിയന്മാരെ പരീക്ഷിക്കാൻ വേണ്ടി ശനിയാഴ്ച മാത്രം മത്സ്യം കൊടുത്തു. അവർ മത്സ്യബന്ധനത്തിനിറങ്ങി. അവരാണ് 70,000 ആളുകൾ ഒരു രാത്രി കൊണ്ട് കൊരങ്ങായത്. മനസ്സിലായി? فقلنا لهم كونوا قردة خاسئين. നിന്ദരായ കൊരങ്ങന്മാരായി മാറി ഒരു പ്രദേശവാസികൾ ഒരു രാത്രി കൊണ്ട്. അല്ലാഹു കാക്കട്ടെ. മത്സ്യം വരുന്നതും വരാതിരിക്കുന്നതും ആരെ പരീക്ഷണം? അല്ലാഹു എല്ലാം അറിയും. അല്ലാഹു ആരാ? وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر. മനസ്സിലായോ? കരയിൽ എന്ത് നടന്നാലും അവനറിയും, കടലിൽ എന്ത് നടന്നാലും. സൂറത്തുൽ അൻആം 59 ചിന്തിക്കണം. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. കരയിൽ എന്തു നടന്നാലും അവനറിയും. ഉറക്കെ പറഞ്ഞേ, കടലിൽ എന്തു നടന്നാലും അവനറിയാത്ത ഒരു കാര്യവും നടക്കും. ആരറിയാതെ? ജല്ല ജലാലെ അവനെ വിശ്വസിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ.
അപ്പൊ നമ്മൾ രണ്ടായത്ത് കണ്ടു. ഒന്ന് മത്സ്യം വരുന്നതും വരാതിരിക്കുന്നതും ആരെ പരീക്ഷണം? അള്ളാന്റെ പരീക്ഷണം. 2 കരയിൽ നടക്കുന്നതും കടലിൽ നടക്കുന്നതും അവൻ അറിയും. 3 ഖജനാവ് മുഴുവനും അവന്റെ കയ്യിൽ നിറഞ്ഞിട്ടുണ്ട്. അവൻ ഇറക്കാത്തത് കൊണ്ട് നമുക്ക് ക്ഷാമം വന്നു പോയതാണ്. മനസ്സിലായില്ലേ? പാഠം നമ്പർ 4. ക്ഷാമം വന്നപ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടായത്. അഥവാ എപ്പോഴാ ടെൻഷൻ ഉണ്ടായത്? എപ്പോഴാ ഭക്ഷണം ഇറക്കാതെ ആയത്? എപ്പോഴാ ടെൻഷൻ ഉണ്ടായത്? രണ്ടിനും ഒരായത്തും പറയാം, ഒരു ഹദീസും പറയാം. എന്നാലവിടെ കറക്റ്റ് സ്കോറാവും. ശ്രദ്ധിക്കുന്നുണ്ടോ? എപ്പോഴാ ഭക്ഷണം ഇറക്കാതെ ആയത്? എപ്പോഴാ ടെൻഷൻ ഉണ്ടായത്? എപ്പോഴാ ഭക്ഷണം ഇറക്കാതെയായത്? ഭക്ഷണം ഇറക്കാതെയായത് വലവന്നാഹുലൽ ഖുർആമാനു വത്താഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. ഈമാനും തഖ്വയും എടുത്തുപോയി. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുൻഗാമികളെ കയ്യിലുള്ള ഈമാൻ നമ്മളെ കയ്യിൽ ഇല്ലേ? ഇവിടെ ഞാനെ പറഞ്ഞല്ലോ, അവർ എന്താ അവർ സാഹിബ് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരൊക്കെ മുഅ്മിനീങ്ങളല്ലേ? ഒരു മുറുങ്ങച്ചവടക്കാർ മാത്രമല്ലല്ലോ, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അവരൊക്കെ മുഅ്മിനീങ്ങളും പടച്ചവനെ പേടിക്കുന്ന മനുഷ്യന്മാരും ഒക്കെ ആയിരിക്കും. ചിന്തിക്കും. എടാ, എങ്ങനെയാ പടച്ചോൻ നമുക്ക് ഭക്ഷണം തരാ? അല്ലടാ, എങ്ങനെയാടാ പടച്ചോൻ നമുക്ക് ഭക്ഷണം തരിക? എങ്ങനെ ചെയ്യാ? ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടായാൽ ആ ഭക്ഷണം കൊടുക്കുക സമൃദ്ധമായി, ബർക്കത്ത് സമൃദ്ധിയായിട്ട് തരും. അള്ളാഹു നൽകട്ടെ. എപ്പോഴാ ഈമാൻ ഉണ്ടാവുക? എപ്പോഴാ ഈമാൻ ഉണ്ടാവുക? ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഫജഅൽനാഹു സമീഅൻ ബസീറാ. കണ്ണും കാലും നന്നാക്കിയാലേ ഈമാൻ ഉണ്ടാവും. ഗേറ്റ് വേ ടു ഹാർട്ട്. ഹൃദയത്തിലേക്കുള്ള വാതിലാണ് കണ്ണുകൾ. 3 അവയവമാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. ചിന്തിക്കണം. മനുഷ്യനെ മനുഷ്യനാക്കിയത് പ്രധാനമായി 3 അവയവമാണ്. മനുഷ്യൻ പ്രശംസിക്കപ്പെട്ടത് 3 അവയവത്തിന്റെ മേല, വിമർശിക്കപ്പെട്ടതും. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا. മനുഷ്യനെ നന്നാക്കിയ അവയവങ്ങൾ 3 നാശനാക്കിയ അവയവവും 1. ഏതാ മനുഷ്യന്റെ പ്രധാന അവയവം? 1 ഹൃദയമാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഈമാൻ സൂക്ഷിക്കുന്ന പാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. ഇവിടെ ഈമാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അത് വരുന്ന വഴി നന്നാകണം. ഈമാനിലേക്ക് 2 ചാനലുണ്ട്. ഒന്ന് കണ്ണു വഴിയും ഒന്ന് കാത് വഴിയും. മനസ്സിലായില്ല? ഇതിലേം കൂടി കിട്ടുന്നതാണ് ഇവിടെ ഉണ്ടാവുക. മനസ്സിലാവുന്നില്ലേ പറഞ്ഞ? മനസ്സിലായില്ലേ കുട്ടികളെ? നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ഉസ്താദ് എക്സാമ്പിൾ. നമുക്കൊരുപാട് കാലം വിജ്ഞാനത്തിന്റെ പ്രഭ തന്ന് പറിച്ചൊഴിഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. നോക്കൂ, അവരെ ഉസ്താദുമാര് അവരെ കണ്ണിലൂടെയും കാതിലൂടെയും നന്മ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തപ്പോ അവിടെ ഈമാൻ കുടിക്കൊള്ളുകയും ആ ഈമാന്റെ പ്രഭ നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾ ചിന്തിക്കുക. വളരെ നമ്മൾ ചിന്തിക്കണം. കണ്ണിനെയും കാതിനെയും, കണ്ണിലൂടെയും കാതിലൂടെയും നല്ലത് കേട്ടു. എന്നാ സിനിമാ നടന്റെ മകൻ സിനിമാ നടനാകുന്നു. അമിതാഭ് ബച്ചന്റെ മകൻ ആക്ടറല്ലേ? ഈ വയസ്സന്മാർക്കൊന്നും അറിഞ്ഞോളന്നില്ല, ചെറുപ്പക്കാരോടാ ചോദിക്കണം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ അണ്ടത്തോട് കാരണോ അറിയൂല, നല്ല മനുഷ്യന്മാരായതുകൊണ്ടോ. അമിതാഭ് ബച്ചന്റെ മകൻ ആക്ടർ. എന്താണ് നമുക്കിന്റെ പേര്? എന്താ പറയാ? എന്താണ് പേര്? എന്താണ്? അഭിഷേക് ബച്ചൻ. നിങ്ങൾ തോന്നുന്നുണ്ടോ എനിക്കറിയാത്തതുകൊണ്ടോ നിങ്ങളോട് ചോദിച്ചത്? എനിക്കറിയാത്തതുകൊണ്ടല്ല.
ഞങ്ങളെ അളക്കണം. ചിന്തിക്കണം. അമിതാഭച്ചന്റെ മകൻ അവൻ ആക്ടർ. എന്തുകൊണ്ട്? അവന്റെ അച്ഛൻ അവന് കാണിച്ചത് അങ്ങനെയാണ്. കണ്ണിലൂടെയും കാതിലൂടെയും എന്ത് ലഭിച്ചാലും അതനുസരിച്ച് കൽബ് ശുദ്ധിയാകും, അശുദ്ധമാകും. എടാ, എങ്ങനെടാ നമുക്ക് ഈമാൻ ഉണ്ടാവുക? ഈമാൻ ഉണ്ടായാലേ എല്ലാം ഹമ്മില്ലാതെ ലഭിക്കുകയും. ഹമ്മ് പറഞ്ഞ ടെൻഷൻ ഇല്ലാതെ ലഭിക്കണമെങ്കിൽ ഒന്നാമതായി ആഖിറം വിഷയമാക്കാതിരിക്കുകയും ദുന്യാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്താൽ ഒരു ഖുദ്സിയായ ഹദീസ് ഹബീബായ റസൂലുള്ളാഹി, ദുന്യാവിനേക്കാൾ ആഖിറത്തിനേക്കാൾ ദുന്യാവിന് പ്രാധാന്യം കൊടുത്താൽ പിന്നെ ആ ജനതക്ക് ടെൻഷൻ ആവും, ലാഭം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി തിരിച്ചിങ്ങോട്ട് ആ ദുന്യാവിനേക്കാൾ ആഖിറത്തിനേക്കാൾ ദുന്യാവിന് പ്രാധാന്യം കൊടുത്താൽ ടെൻഷനായിരിക്കും. ദുന്യാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുത്താലോ എന്തിനും മന്നഅമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. നിന്റെ കൂടെ ഉണ്ടാ കുട്ടി മൂമിന് ടെൻഷൻ ഉണ്ടാവില്ല. എന്ത് ടെൻഷൻ? വളരെ ക്രിട്ടിക്കൽ പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. മനസ്സവിടുന്ന് അങ്ങോട്ട് തെറ്റിപ്പോകരുത്, തലച്ചോറ് തെറ്റരുത്. അപാരമായ ഒരു ആശയമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ചിന്തിക്കണം. മനാമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഒരാള് ഈമാന്റെയും അമലിന്റെയും ആളുകളായാൽ അവർക്ക് നാം ഏറ്റവും നല്ല ജീവിതം നൽകും. അല്ലാഹു നമുക്ക് നൽകട്ടെ. പിന്നെ എവിടെ ജീവിതം നൽകും? ഒരാൾ ഈമാന്റെയും അമലിന്റെയും ആളായാൽ അയാൾക്ക് നാം നല്ല ജീവിതം നൽകും. എവിടെ? ആരും എവിടെ ജീവിതം നൽകും? ഇവിടെ അവരെടുത്തതിനേക്കാൾ മെച്ചമായ കൂലി പരലോകത്ത് വേറെയും നൽകും. അപ്പോൾ ഏറ്റവും നല്ല ജീവിതം ദുനിയാവിൽ. അഥവാ ഒരു ടെൻഷനും ഒരു പ്രശ്നമില്ല. എന്റെ വല്യമ്മാനെ കല്യാണം കഴിച്ചിട്ട് 92-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഒരു രാത്രി പോലും വല്യപ്പ മാറിക്കടന്നിട്ടുണ്ടാവില്ല എന്ന് എന്റെ അഭിപ്രായം. നല്ല വായത്ത് 10 തെങ്ങുണ്ടായിരുന്നു, പിന്നെ 2 വയല് കണ്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കും. ആ കണ്ടം കൊണ്ടാണ് വല്യപ്പ 6 പെമ്മക്കളെ കെട്ടിച്ചത്. ഈ തെങ്ങും ഈ കണ്ടം കൊണ്ട് അങ്ങനെ മര്യാദക്കാണ്ട് ജീവിച്ചു. ഒരു കുഴപ്പമില്ല. ബാങ്കിൽ 1 റുപ്യ മരിക്കുമ്പോഴോ ജീവിക്കുമ്പോഴോ കടം ഒന്ന് പറഞ്ഞേക്ക് മനുഷ്യന്മാരെ ഇല്ല. എന്തുകൊണ്ട്? മനാമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വകാര്യം പറയാം. സ്വർഗം ഇവിടെ നിന്ന് തുടങ്ങും. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ. നരകം പരലോകത്ത് കൊടുക്കും. സ്വർഗമോ? സ്വർഗത്തിനെ പറ്റി പറഞ്ഞെടുത്ത് ഒന്നും പറഞ്ഞില്ല. ഇന്നൽ അബ്റാറ ലഫീ നഈം. ഗുണവാന്മാർ സ്വർഗീയ ആസ്വാദനത്തിലാണ്. അതെവിടെ വെച്ചാണ് പറഞ്ഞില്ല. ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. എന്നാൽ തമ്മാടികളാകട്ടെ നരകത്തിലുമാണ്. എവിടെ നരകം? യസ്ലൗനഹാ യൗമദ്ദീൻ. ഈ സ്വർഗവും നരകവും പരലോകത്ത് കിട്ടുന്നല്ല. അങ്ങനെയാണെങ്കിൽ യസ്ലൗനഹുമാ എന്നാ പറയുന്നത്. ഇന്നൽ അബ്റാറ ലഫീ നഈം
ഇന്നൽ അബ്റാറ ലഫീ നഈം. തലച്ചോറിൽ വെള്ളമുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട്. സ്വർഗം ഇവിടെ നിന്ന് തുടങ്ങും. അല്ലാഹു നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. ഏതാ കുട്ടിയെ ടെൻഷൻ? ഏതാ ടെൻഷനില്ല? ഏതാണ് ഇവിടുത്തെ സ്വർഗം? ഇവിടുത്തെ സ്വർഗം എന്ന് പറയുന്നത് അല്ലലില്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണ്. വിഭവങ്ങൾ കമ്മിയായിക്കോട്ടെ. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർളി വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സ്. അങ്ങനെ സാർ പറഞ്ഞുണ്ടാ? ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർളി. സമ്പന്നത എന്ന് പറയുന്നത് വിഭവങ്ങൾ കൂടുകയല്ല, ഇഷ്ടം പോലെ സാധനം വീട്ടിലുണ്ടാകലല്ല. അങ്ങനെ തന്നെ സാറേ. വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സ്. മനസ്സിന്റെ ധാരാളിത്തമാണ് മനസ്സിന്റെ സമ്പന്നത. സാധനം കുറച്ചു മതി, പക്ഷെ ആ ജനതക്ക് അല്ലാഹു തആല മനസ്സിന് നല്ല സമ്പന്നത കൊടുത്തു. ليس الغنى عن كثرة الأرض ولكن الغنى غنى النفس قال رسول الله. ചിന്തിക്ക് മധുരകരമായ ജീവിതം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തമായ ആത്മാവിന്റെ ജീവിതം ഈ ലോകത്ത് തന്നെ. പക്ഷെ എന്താവണം പ്രാധാന്യം? ദുന്യാവിനേക്കാൾ എന്തിനു കൊടുക്കണം? ആഖിറത്തിന് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുന്യാവിന് പ്രാധാന്യം കൊടുക്കുമ്പോഴോ, ദുന്യാവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ദുന്യാവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വിഭവങ്ങൾ കമ്മിയായത്. വിഭവങ്ങൾ കമ്മിയാകാനുള്ള കാരണം ഈമാന്റെയും അമലു സ്വാലിഹിന്റെയും നഷ്ടമാണ്. ഈമാന്റെയും അമലു സ്വാലിഹിന്റെയും നഷ്ടം കമ്മി വന്നതുകൊണ്ടാണ് എല്ലാ സംഗതിക്കും ഈ ബറക്കത്തിനെ മുഴുവനും കമ്മി വന്നിട്ടുള്ളത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരട്ടെ. സയ്യിദുനാ ഈസ ഇറങ്ങി വന്നാൽ ഒരു ഒട്ടകത്തെ കറന്നാൽ ഒരു ഗ്രാമത്തിന് മുഴുവനും കുടിക്കാൻ കഴിയുമെന്ന് പുണ്യനബി. ഒരു ഒട്ടകത്തെ കറന്നാൽ ഒരു ഗ്രാമം മുഴുവനും കുടിക്കും. ആരെ കാലത്ത്? ഒട്ടകം ഇന്നത്തൊട്ടകം തന്നെ. പക്ഷെ ഈസാ നബി വരുന്നതോടുകൂടെ ഒട്ടകത്തിന്റെ അകിട്ടിൽ പാല് കൂടും. എന്തുകൊണ്ട് ഭൂമിയിൽ ജൗറുൽമുകളെ ഇല്ലാതാക്കുകയും നീതിയെ, ഖുർആന്റെ നീതിയെ നടപ്പിൽ വരുത്തുകയും ചെയ്യും സയ്യിദുനാ ഈസ. ഭൂമിയിൽ നീതി നടപ്പിൽ വന്നാൽ പിന്നെ ഒരൊട്ടകം ഒരു ഗ്രാമവാസികൾക്ക് മതിയാകുമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പോൾ ഖുർആന്റെ ജീവിതവും സമ്പന്നതയുടെ ഭക്ഷണവും സമ്പത്തും തമ്മിൽ വലിയ ബന്ധം ഉണ്ട്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇന്ത്യക്കാര് തിന്നതുകൊണ്ടെന്നല്ല പൊട്ട, നല്ല വിഷയം. ചിന്തിക്ക്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം, വളരെ 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 ചിന്തിക്കണം. രണ്ടു കാര്യമാണ് ഉണ്ടായത്. കുടുംബത്തിൽ അരക്ഷിതാവസ്ഥ വന്നു. ഉള്ളത് ഭക്ഷണത്തിൽ കമ്മി വന്നപ്പോൾ ബാപ്പ തേടിപ്പോയി, ഭക്ഷണം തേടിപ്പോയി. ബാപ്പ ഭക്ഷണം തേടിപ്പോയപ്പോൾ എന്തു വന്നു? ബാപ്പ ഭക്ഷണം തേടിപ്പോയപ്പോൾ എന്തു വന്നു? ബാപ്പ ഭക്ഷണം തേടിപ്പോയപ്പോൾ വീട്ടിൽ അരക്ഷിതാവസ്ഥ വന്നു. വീട്ടിൽ അരക്ഷിതാവസ്ഥ വന്നപ്പോൾ എന്തുണ്ടായി? നാട്ടിൽ തിന്മയുടെ ഇരട്ടിയായി വന്നു. ശൈത്താൻ വീടുകളിൽ വിളഞ്ഞ് ആടുകയും നാടുകളിൽ ശൈത്താൻ വിളഞ്ഞ് ആടുകയും അല്ലാഹുവിന്റെ ദീന് നാട്ടിൽ അശേഷമില്ലാതെയാവുകയും ചെയ്തു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിന് വീണ്ടും കാരണമുണ്ടായി. അരക്ഷിതാവസ്ഥ വന്നപ്പോൾ എന്തുണ്ടായി? ഈമാന്റെ അടിത്തറ തന്നെ ഇല്ലാതെയായി. ഈമാൻ വരുന്ന വഴി എന്ന് പറയുന്നത് കണ്ണും കാതുമാണ്. ഞാൻ പറഞ്ഞിടത്തേക്ക് എന്നെ മടങ്ങി വരാം. ഇന്ന് കണ്ണും കാതും നാശാക്കി. കണ്ണും കാതും നാശാക്കിയാൽ ഈമാൻ നാശാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാശാക്കിയില്ലേ? എല്ലാ മുസ്ലിം വീടുകളിലും ഇന്ന് സിനിമ കാണാനുള്ള സംവിധാനമുണ്ട്.
വാദ്യോപകരണങ്ങളുള്ള വീട്ടിൽ റബ്ബിന്റെ പൊരുത്തമുണ്ടാവുകയില്ല, അവിടെ റഹ്മത്തിന്റെ മലായികത്ത് ഉണ്ടാവുകയില്ല. ഖുർആൻ വളരെ വിമർശിച്ച് പറഞ്ഞ സാധനമാണ് വാദ്യോപകരണങ്ങൾ. من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولا مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. ശ്രദ്ധിക്കണില്ലേ? അതിന്റെ കൂടെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കന്റെ കൂടാണ് വരെ ആൻസർ ചെയ്യും. ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഞാൻ നീട്ടുകയൊന്നുമില്ല. എനിക്ക് നിങ്ങളെക്കാൾ ധൃതിയുണ്ട്. ചിന്തിക്ക്. എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്? ഖുറൈശികളിൽ ഒരു ദുഷ്ടനുണ്ടായിരുന്നു, ഒരു നീചനുണ്ടായിരുന്നു. നദർ ബിൻ ഹാരിസ് ലഅനത്തുല്ലാഹി അലൈഹി. ഉറക്കെ പറ, ലഅനത്തുല്ലാഹി അലൈഹി. ഖുറൈശികളിൽ ഒരു നീചനുണ്ടായിരുന്നു, ഒരു ദുഷ്ടനുണ്ടായിരുന്നു, നദർ ബിൻ ഹാരിസ്. ഹബീബായ നബിയിലേക്ക് ആളുകൾ അധികരിച്ചു. ആളുകൾ നാനാഭാഗത്തുനിന്നും മുസ്തഫ നബിയിലേക്ക് അധികരിച്ചുകൊണ്ടിരുന്നു. ഖുറൈശികൾ ഇനി എന്തു ചെയ്യണമെന്ന് കൂടിയാലോചന നടത്തിയപ്പോ നദർ ബിൻ ഹാരിസ് പറഞ്ഞു, നദർ ബിൻ ഹാരിസ് എന്ന തമ്മാടി പറഞ്ഞു, മുഹമ്മദിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ എനിക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പണം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഖുറൈശികൾ അവന്റെ കയ്യിൽ പണം കൊടുത്തു. മനസ്സിലാവുന്നില്ലേ? ഇവൻ ഈ പണം കൊണ്ട് ഇറാഖിൽ പോയി. അക്കാലത്ത് വാദ്യോപകരണങ്ങൾ വിറ്റിരുന്ന ചന്ത ഇറാഖിലായിരുന്നു. ഇവൻ ചെണ്ട വാങ്ങി, വീണ വാങ്ങി, മദ്ദളം വാങ്ങി, തുടി വാങ്ങി, ചേങ്കര വാങ്ങി, അതനുസരിച്ച് തുടി കൊട്ടി പാട്ട് പാടുന്ന ബാലന്മാരെ വാങ്ങി, അതനുസരിച്ച് പാട്ടിനനുസരിച്ച് തുള്ളുന്ന അടിമ പെണ്ണുങ്ങളെയും വാങ്ങി ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വന്നു. അങ്ങനെ വാദ്യോപകരണങ്ങൾ അടിച്ചിട്ട് കഅബാലയത്തിന്റെയും ദാറുൽ അർഖമിന്റെയും ഇടയിൽ ആദ്യത്തെ ഡാൻസ് ഗാനമേള നടത്തിയത് നദർ ബിൻ ഹാരിസാൻ. ഇവനെ സത്യത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ ധാർമ്മികമായ അവകാശമില്ലാത്തൊരു നമ്മളെ കൂട്ടത്തിലുണ്ടോ? തിരിഞ്ഞില്ല. അതാണ് ആദ്യത്തെ ലാനത്തുള്ളൊക്കെ കനം കൂടുകയും അവസാനത്തെ ലാനത്തുള്ള വല്ലാതെ കനം കുറയുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞുകൂടാ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാ. എടാ, ആരെ വീട്ടിലടാ ഇന്ന് ഈ തമ്മാടിത്തരല്ലാത്തത്? നശിപ്പിച്ചില്ലേ കണ്ണും കാടും. ഈമാൻ ഇറങ്ങി വരുന്ന സ്ഥലം കണ്ണും കാടുക. അള്ളാഹുവിന്റെ മഹാപ്രപഞ്ചത്തിൽ കാണ, ചിന്തിക്ക, എന്നിട്ട് അള്ളാന്റെ വചനങ്ങൾ കേൾക്ക. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا. നല്ല വാക്ക് അള്ളാന്റെ ഈമാന്റെ ആയത്തുകൾ കേട്ടാൽ ഈമാൻ വർദ്ധിക്കും. നല്ല കാര്യം കണ്ടാൽ ഈമാൻ വർദ്ധിക്കും. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ചിന്തിക്ക്, ബുദ്ധി ഒന്ന് ചെലവാക്കി കണ്ണിൽ ഈ പ്രപഞ്ചം കാണുക. അല്ലാഹു ഔതശ ലൈലഹാ വഅഖ്റജ ളുഹാഹാ. രാവിനെയും പകലിനെയും അല്ലാഹു സംവിധാനിച്ചുവല്ലോ, അത് കാണുക. രാവിനെ കാണുക, പകലിനെ കാണുക, നക്ഷത്രങ്ങളിലും ലോകങ്ങളിലും ചിന്തിക്കുക. എന്നിട്ട് അവയെ കണ്ട് ചിന്തിച്ചാൽ ഈമാൻ വർദ്ധിക്കും. നന്മ കണ്ടാലും നന്മ കേട്ടാലും ഈമാൻ വർദ്ധിക്കും. തിന്മ കണ്ടാലും തിന്മ കേട്ടാലും ഈമാൻ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറപ്പ് ചിന്തിക്ക്. ഈമാൻ കൂടാനുള്ള മാർഗം എന്താ? ഇവിടെ അന്നാകണമെങ്കിൽ ഇവിടെ അന്നാവണം, ഇവിടെ ഒക്കെ അന്നാവണം.
ഹബീബായ നബി പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങളും തുരുമ്പ് പിടിക്കുമെന്ന് പുണ്യനബി. മനസ്സിലായില്ലേ? ഇരുമ്പ് മനസ്സിലായില്ലേ? ഇരുമ്പ് കുറെ സമയം വെച്ചാൽ എന്താവും? തുരുമ്പ് പിടിക്കും. അതുപോലെ ആർക്കും തുരുമ്പ് പിടിക്കും? ഹൃദയത്തിന്. മനസ്സിലായില്ലേ കുട്ടികളെ? ഹൃദയത്തിനും തുരുമ്പ് പിടിക്കും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം എന്താണ്? ഇരുമ്പിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഞങ്ങൾക്കറിയാം. അത് കൊണ്ടുപോയിട്ട് തീയിൽ വെച്ചിട്ട് അടിച്ചാൽ അതിന്റെ തുരുമ്പും. ഹൃദയത്തിന്റെ തുരുമ്പ് എങ്ങനെ പോവാന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, രണ്ട് കാര്യം കൊണ്ട് ഹൃദയത്തിന്റെ തുരുമ്പ് കളയാം. ഏതൊക്കെ രണ്ട് കാര്യം? ഒന്ന് ദിക്റുൽ മൗതി, ഒന്ന് തിലാവത്തുൽ ഖുർആൻ. അവിടെയാണ് ഞാൻ ഉസ്താദ് പറഞ്ഞത് തുടങ്ങിയത്. എടാ, ആര ഹൃദയമാടാ ഇന്ന് നേരെ നിൽക്കുന്നത്? എടാ, 10 കൊല്ലം അടിച്ചാൽ നന്നാവാത്ത ഹൃദയമല്ലേ ഇന്ന് നമ്മളെ ഹൃദയം? ഇന്ന് നേരം എടുത്തിട്ട് ഖുർആൻ ഓതിയവർ, 40 വയസ്സിന്റെ താഴെയുള്ളവർ, ഉസ്താദുമാർ അല്ലാത്തവർ കൈപൊക്കി. ഉസ്താദുമാരാകരുത്. ഒരു കുട്ടി തൊപ്പിട്ട് കൈവെക്കുന്നുണ്ട്. 40 വയസ്സിന് താഴെയുള്ളവർ, 40 വയസ്സിന് താഴെയുള്ളവർ, 40 വയസ്സിന് താഴെയുള്ളവർ, 1 2 3 4 5 6 7 8 9 വെള്ളക്കുപ്പായൊക്കെ പൊങ്ങുന്നുണ്ട്. അല്ല, ഇത്ര ആള് കൂടിയിട്ട് കൈ പൊക്കിയത്. ഇവിടെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളല്ലേ, ചെറുപ്പക്കാരല്ലേ? 8 ആളെ നോക്കിയത്. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. ഇരുമ്പിന്റെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കുമെന്ന് പുണ്യനബി. അതെങ്ങനെ ആ തുരുമ്പ് എങ്ങനെ അടിച്ചൊഴിവാക്കാൻ കഴിയും നബി എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞു, ഹൃദയത്തിന്റെ തുരുമ്പ് കളയണമെങ്കിൽ 2 മാർഗമുണ്ട്. ഒന്ന് ദിക്റുൽ മൗതി, താൻ മരിക്കുമെന്ന് ചിന്തിക്കണം. താൻ മരിക്കുമെന്നിങ്ങനെ ചിന്തിക്കാം. മരിക്കുമെന്ന് ചിന്തിച്ചാൽ പോരാ, മരണം ആലോചിച്ചാൽ പോരാ. ചില മരണം കേട്ടാൽ സന്തോഷം തോന്നും. ജോർജ് ബുഷ് മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ പായസം കൊടുക്കും. മനസ്സിലായില്ല? അവിടെ ഒരു പേടി ഉണ്ടാവണില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? മരണചിന്ത എന്ന് പറഞ്ഞാൽ ആരോ മരിച്ച ചിന്തയല്ല. ആരോ മരിച്ചു എന്ന് കേട്ടാൽ നമുക്ക് വിഷമൊന്നും. നല്ല സമ്പത്തുള്ള അമ്മോശാക്കാന്റെ മകളെ കല്യാണം കഴിച്ച ഒരുത്തനാണെങ്കിൽ അമ്മോശാക്ക മരിച്ചു എന്ന് കേട്ടാൽ അൽഹംദുലില്ലാ കടം വിട്ടാലോ എന്നാ അങ്ങനെ എല്ലാവർക്കും തോന്നുന്നല്ല, അങ്ങനെ തോന്നുന്നവരുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിൽ ആരെങ്കിലും മരിച്ചു എന്നല്ല, ഞാൻ മരിക്കും. ഇന്ന് സ്വന്തം മരണം ആലോചിച്ചവരെന്ന് കൈപൊക്കി. ഇന്ന് സ്വന്തം മരണം ആലോചിച്ചവർ ഉസ്താദ്മാര് കൈപൊക്കണ്ട. 1 2 3 4 5 6 7 8 9 10 ഇത്രയാളെ കൂട്ടത്തില് ഇന്ന് സ്വന്തം മരണം ആലോചിച്ചവർ. ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഉസ്താദ് ആയതുകൊണ്ട് പറയാ, 2 മണിക്കൂർ നേരത്തിനെങ്കിലും ഞങ്ങൾ ഉസ്താദല്ലേ അന്നെനിക്ക് പറയാം. ദിക്റുൽ മൗത്ത്. ഞാൻ മരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ട്, ഇന്നലെ ആലോചിച്ചിട്ടുണ്ട്, മിഞ്ഞാന്നും ആലോചിച്ചിട്ടുണ്ട്. അള്ളാഹു എന്നും ആലോചിക്കാൻ നമുക്ക് തോന്നിക്ക് ചെയ്യട്ടെ. മരിക്കാന്നുണ്ട് ആലോചിക്കാൻ. ഞാൻ മരിക്കുകയാണ്, ഞാൻ മരിച്ചു പോവാണ്. وخلفي كريمات علي بواكي وفيهن أمي شقيقي وعترتي ينادون خلف الناس من لا يجيبوهم وقد كنت في الدنيا سريع الإجابة. നാളെ രാവിലെയാണ് എന്റെ മയ്യത്ത് കട്ടിലിന്റെ അരികിൽ എന്റെ ഭാര്യ കരയുക, എന്റെ മക്കള് കരയുക. ഞങ്ങൾ ഉപ്പച്ചി മരിച്ചല്ലോ എന്ന്. അതൊക്കെ ചിന്തിക്കണ്ടേ? ചിന്തിച്ചു നോക്കൂ. എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. ഞാൻ മരിക്കുന്ന ഒരു രംഗം, ആ കുട്ടികൾ കരയുന്ന രംഗം ചിന്തിച്ച ഞാൻ നന്നാവൂലേ? എനിക്ക് 3 പറക്കമുറ്റാത്ത പെൺകുട്ടികളാണുള്ളത്. അല്ലാഹു തആല എല്ലാവരും മക്കളെയും ഇസ്സത്തുള്ള നല്ല മക്കളാക്കട്ടെ. അല്ലാതെ ഇങ്ങനെ ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഓരോരുത്തരെയും ചിന്തിച്ചു നോക്കൂ. 3 പെൺകുട്ടികളാണുള്ളത്. ഞാൻ മരിച്ചിങ്ങനെ കിടക്കാം. ഞാനെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ?
ഇന്നെപ്പോഴാണ് ഇങ്ങോട്ട് അണ്ടത്തോടെ എത്തുന്നതിന്റെ മുമ്പ് തൊട്ട് മുമ്പും ഫോൺ ചെയ്തു, നിങ്ങൾ എത്ര മണിക്ക് എത്തും എന്ന് വെച്ചിട്ട് ചിന്തിക്കും. خلفي كريمات علي بواقيا وفيهن أمي أو شقيقي وعترتي. എന്റെ കുട്ടികളും എന്റെ ഉമ്മയും എന്റെ പെൺകുട്ടികളും ഒക്കെ എന്റെ മയ്യത്ത് കട്ടിലിന്റെ അരികിൽ യുനാദൂന ഖൽഫൻ നഅ്ശി മൻ ലാ യുജീബു, അവർ വിളിച്ച് പറയുക ഉപ്പച്ചിയെ ഉപ്പച്ചിയെ. മല്ലാഹു ജീബുഹും, ഇനി അവർക്കൊരിക്കലും ഉത്തരം നൽകാത്ത ഒരാളെ വിളിക്കുക. എടാ ഇതൊന്ന് ചിന്തിച്ചൂടെ ഒരു ദിവസം മരിക്കുക. രണ്ട് കാര്യമുണ്ടായാലേ ഹൃദയത്തിന്റെ തുരുമ്പ് കളയാൻ കഴിയൂ എന്ന് ഹബീബായ നബി. രണ്ട് കാര്യം വേണം ഹൃദയത്തിന്റെ തുരുമ്പ് കളയാൻ. ഒന്ന് ഉറക്കെ പറയാം, ഒന്ന് മരണത്തെ ഓർക്കാന്ന് പറഞ്ഞാൽ പോരാ, സ്വന്തം മരണത്തെ ഓർക്കാം. അങ്ങനെ തന്നെ പറയണം. മരണത്തെ ഓർക്കാൻ നമ്മൾക്ക് മേലാൽ പറഞ്ഞു പോകരുത്. ഞാൻ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട്, പൊട്ടത്തരാണ്. വേറുള്ളവർ മരിച്ചു വിട്ടാൽ എന്താ അങ്ങനെയാണ്. രാവിലെ നല്ല ആട്ടിറച്ചി കിട്ടണം, പൊറാട്ട അടിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറഞ്ഞു. പിന്നെ നമുക്ക് നേരെ നമ്മൾ മോട്ടോർ സൈക്കിൾ എടുത്ത് ഓടുകയാണ്. നേരെ കസായിക്കാരടുത്ത് എന്നിട്ട് എന്തായി, ആടിനെ അറുത്തു, ആട് മരിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ സന്തോഷപ്രദമാണ്. നമുക്ക് അരമണിക്കൂർ കൊണ്ട് അതിന്റെ പിടുക്കയെ കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാലോ എന്ന് ചിന്തിക്കാം. നേരെ മറിച്ച് ആട് മരിച്ചിട്ടില്ല, ആടിനെ അറുത്തിട്ടില്ല എന്നാ പഠിച്ചത്. ഇനിയിപ്പോ എവിടുന്നാണ് ഇറച്ചി കിട്ടാന്ന്? ആരോ മരണമല്ല ആലോചിക്കേണ്ടത്, ഏതോ ആടിന്റെയും പോത്തിന്റെയും മരണമല്ല ആലോചിക്കേണ്ടത്. ഒന്ന് ദിക്റുൽ മൗതി, ഒന്ന് തിലാവത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ വചനം പാരായണം ചെയ്യുക. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹാ മസാനിയ തഖശഉറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله. ഏറ്റവും നല്ല വാർത്ത ഇറക്കിയ അല്ലാഹുവാണ്. ഇന്ന് ഏതെങ്കിലും ഒരു പത്രം വായിച്ചവരൊന്ന് കൈപ്പൊക്കി, മനോരമ, മാതൃഭൂമി, ചന്ദ്രിക, ദീപിക, രാഷ്ട്രദീപിക, ഇന്ന് ഏതെങ്കിലും ഒരു പത്രം വായിച്ചവർ കൈപ്പൊക്കി. കുറെ ആളുകൾ കൈപ്പൊക്കൂല, എനിക്കറിയാം, നിങ്ങൾക്കറിയാം, നിങ്ങൾ ലോകവളവന്മാരാ, നിങ്ങൾക്കറിയാം, നിങ്ങളെ വിളവ് എനിക്കറിയാം, ഞാൻ അടുത്ത് അടിത്തരുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ ഒന്ന് പത്രം വായിച്ചറിയാ അല്ലേ? പത്രം വായിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമായ വാർത്തകൾ വായിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ചിന്തിക്ക് നിങ്ങൾ. എടാ, ഏറ്റവും നല്ല വാർത്ത നീ വായിച്ചില്ലല്ലോ പൊട്ട. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. നിങ്ങളെ ഈ നാട്ടുകാരനുണ്ടായിരുന്നു മൊത്തം മനുഷ്യരെ പൊട്ടാന്ന് വിളിച്ചവരാ. ചുജായിന്റെ നാടില്ല. കൺ തുറന്നൊന്ന് നോക്കി കേടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ പൊട്ട. പൊട്ട നീ മുൻതുള്ളി പിൻചോര കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട. എന്താ അലന്ന് പൊട്ടൻ? ഇന്ന് പൊട്ടൻ അണ്ടത്തോട്ടുകാർ മുഴുവൻ പൊട്ടന്മാരല്ലേ? ആരാ ഒരു 1, 4, 5 ആളല്ലാത്തവരൊക്കെ പൊട്ടൻ. അകക്കൺ തുറന്നൊന്ന് നോക്കി കേടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ പൊട്ട. പൊട്ട നീ മുൻതുള്ളി പിൻചോര കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട. എന്തൊരു മനുഷ്യനായിരുന്നു ശുജായി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അവിടുത്തെ ഉഖ്റവിയായ ദർജകളെ ഏറ്റിക്കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണില്ലേ എന്തൊരു വാക്കാണ് അതൊക്കെ? ഞാൻ ശുജായിയുടെ നാടാണ് ഇതാന്ന് അറിഞ്ഞപ്പോൾ അല്ലാഹു മഗ്ഫിർ ലഹു, പഠിച്ചോനെ അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മനുഷ്യ എങ്ങനെ ഈ ഉറങ്ങാന്ന് ചോദിക്കുക. എങ്ങനെ മനുഷ്യ നീ ഉറങ്ങും? ആരടാ നീക്ക് നിന്നെ ഈ കൊലത്തിലാക്കിയില്ലേ അല്ലാഹു? അലം യകു നുത്ഫതൻ മിൻ മനീ യുംന
ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ആരായിരുന്നു നീ? നിന്റെ മാതാവിന്റെ ഗോപ്യമായ അവയവത്തിന്റെ മുഖത്തേക്ക് നിന്റെ പിതാവ് വിസർജിച്ചിട്ടുള്ള വെള്ളത്തുള്ളിയായിരുന്നു നീ. ആരായിരുന്നു എന്ന് നീ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. മനുഷ്യൻ ഗൗരവമായി ഇത് ചിന്തിക്കണം, വളരെ ഗൗരവമായി വിശ്വാസികളെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റബ്ബിന് വേണ്ടി നമ്മൾ മടങ്ങാൻ തയ്യാറാകണം. രണ്ട് കാര്യം കൊണ്ടേ മനുഷ്യന്റെ ബോധം വീഴൂ. ഒന്ന് ദിക്റുൽ മൗതി, ഒന്ന് തിലാവത്തുൽ ഖുർആൻ. ഏറ്റവും നല്ല വാർത്ത അല്ലാഹ് ഇറക്കിയ വാർത്തയാണ്. ഏറ്റവും നല്ല വാർത്തയാണ് ഖുർആൻ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹാ. ഈ കിതാബാണ് മുഹമ്മദ് നബി കൊണ്ടുവന്നത്. നദർ ബിൻ ഹാരിസ് എന്ന തമ്മാടിയാണ് TV കൊണ്ടുവന്നത്. അന്ന് TV ഇല്ലെങ്കിലും അതിന്റെ ആദിമ ഉരുപ്പടികൾ. അവൻ മൽഊനാണ്, അവൻ മൽഊനാണ്, അവൻ നരകത്തിൽ കുടല് വലിച്ച് നടന്നവനാണ്, അവൻ മൽഊനാൻ, ലഅനത്തുല്ലാഹി അലൈഹി. ഇന്നിപ്പോ ഉസ്താദ് പറഞ്ഞിട്ടാണ് മുസാഹിഫിനെ പൂട്ടിവെച്ചു. പ്രവർത്തിക്കുന്ന ഉപകരണം മുഹമ്മദ് നബിയുടെ ഉപകരണമല്ല. ഇവിടെ ഉസ്താദ് പറഞ്ഞില്ലേ മുസാഹിഫ് പൂട്ടിവെച്ചു. എന്താ ഇപ്പൊ പണിയുള്ള ഉപകരണം? എന്താ? VCR, VCP, എല്ലാ ചാനലും, നാട്ടിലെ ചാനൽ മുഴുവനും, പെണ്ണുങ്ങൾ മുഴുവനും അതിന്റെ അടിമ. എങ്ങനെടാ നന്നാവുക? ഞങ്ങൾ മയ്യത്ത് പരിപാലിച്ചു കൊണ്ടിട്ട് കുഴിച്ചിട്ടു. ഇത് സ്വർഗത്തിലെത്തണ്ട ഈ ആമുക്ക്. നിങ്ങളിതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു, അത് മതിയോ? എടാ ആമുക്ക് പിടിച്ച മനുഷ്യ, ഇത് ചിന്തിക്ക്. ഈ കെട്ടിപ്പൊതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു, ഇതുകൊണ്ട് കാര്യമുണ്ടോ? ഈ ആമുക്കിന് സ്വർഗത്തിലെത്തണ്ടേ? അതിന് ഈ ആമുക്കിന്റെ ജീവിതം നന്നാവണ്ടേ? നിങ്ങൾ കൊണ്ടേ കുഴിച്ചിട്ട് അങ്ങ് കൂലിട്ടില്ല. ആമുക്കിനെന്ത് കിട്ടി? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? നിങ്ങളത് ചിന്തിക്കുക. എടാ മനുഷ്യൻ പോയ മനുഷ്യൻ നീ കൊണ്ടേ കുഴിച്ചിട്ടാ കൂലിയായിരിക്കാം, കുഴിച്ചിട്ട് നിന്റെ കൂലിയായിരിക്കാം. വല്ലാത്തൊരു കൗമാണ് പഠിച്ചവനെ. മയ്യത്ത് പരിപാലനത്തിന്റെ കൂലിയായിരിക്കാം, പള്ളി മുക്കുക പൈസയുടെ കൂലിയല്ല പറയുന്നത്. വല്ലാത്തൊരു കൗമ തന്നെ. ഇത് വല്ലാത്ത സംഭവമാണ്. ഇത് ഷുക്കൂർ സുന്ദരനായ കണക്കൊന്നല്ല, ഇത് വല്ലാത്ത സംഭവമാണ്. അല്ല കുട്ടി എന്താ ചിന്തിക്കാത്തത്? മനസ്സിലായില്ലേ? മയ്യത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ പഠിച്ചോണ്ടിരുന്നതിന് കൂലിയായിരിക്കാം നമ്മക്കാണ്. ഈ മയ്യത്തിനെന്താ ഉണ്ടായേക്കാം? فأما إن كان من المقربين فروح وريحان وجنة نعيم. الله فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. فأما إن كان من المقربين فروح وريحان وجنة نعيم. മരിച്ചൻ എന്താ? നിങ്ങൾ 3 കഷ്ണത്തിലായി കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആ 3 കഷ്ണത്തിന് പൈസ ചെലവാക്കിയവന് പൈസ ചെലവാക്കി കൂലിട്ടു. അതിന്റെ കുന്തിരിക്കവും പുലുവാനും കുന്തിരിക്ക വാങ്ങിയതിന് അക്കൂലിട്ടു. വെള്ളം കാച്ചിയ പെണ്ണിന് വെള്ളം കാച്ചിയ കൂലിയിട്ടു. കുളിപ്പിച്ചൊക്കെ കുളിപ്പിച്ചതിന് കൂലിയിട്ടു. കെട്ടിപ്പൊതിഞ്ഞവന് കഫൻ ചെയ്ത കൂലിയിട്ടു. ഏറ്റിക്കൊണ്ടുപോയവന് ഒരു ഉഹദ് പർവ്വതത്തിന്റെ അത്ര കൂലി കിട്ടും. മനസ്സിലായില്ലേ? മരിച്ചവനോ? മരിച്ചവന്റെ കൂലി വന്നാസിഅതി ഗർഖാ വന്നാശിത്വാതി നസ്താ. സയ്യിദുനാ ഇസ്രായീൽ നമുക്ക് ബോധം തരട്ടെ. എങ്ങനെ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയാ?
فأما إن كان من المقربين فروح وريحان وجنة نعيم. فأما إن كان من المقربين. നിങ്ങളെ നാട്ടിൽ അവസാനം മരിച്ച ആളാരാ? നിങ്ങളെ നാട്ടിൽ അവസാനം മരിച്ച ആളാരാ? പേര് പറ. അങ്ങനെ അബൂബക്കർ. എന്നാ മരിച്ചു? ഇന്നലെ. അല്ലാഹു മഗ്ഫിറത്ത്. ശരി, അബൂബക്കറിനെപ്പെട്ട അവസ്ഥയിലേക്ക് വേറെ കഴിയില്ല. أما إن كان من المقربين فروح وريحان وجنة نعيم. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളാ കണ്ണത്ര പോന്ന കുഴിയൊന്നാവില്ല. മുഖറബാകണമെങ്കിൽ അവന്റെ കണ്ണുകൊണ്ട് കാണുന്ന അത്ര ദൂരം ഖബർ വിശാലമായ ചെടിയുടെയും തോട്ടങ്ങളുടെയും ലോകമാക്കി അല്ലാഹു തആല സൗകര്യപ്പെടുത്തി കൊടുക്കും. فأما إن كان من المقربين فروح وريحان وجنة نعيم. മുഖറബാകണമെങ്കിൽ ആണെങ്കിൽ മുഖറബാകായിരുന്നെങ്കിൽ ഇന്നലെ മരിച്ച അബൂബക്കർ അല്ലാഹു തആല മഗ്ഫിറത്ത് ചെയ്യട്ടെ. മഗ്ഫിറത്ത് ചെയ്യട്ടെ. പടച്ചോനെ അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ മാസം മരിച്ച അബ്ദുള്ള, അതിന്റെ തലേ മാസം മരിച്ച അബ്ദുറഹ്മാൻ, ആരുമാകട്ടെ മുഖറബായിട്ടാണ് അവർ ജീവിച്ചിരുന്നതെങ്കിൽ ഹുറുലീങ്ങളാണ് അവർ. ആ ഹുറുലീങ്ങളുടെ സ്വർഗീയ തരിവളയിട്ട കൈകൾ കൊണ്ടാണ് ആ മനുഷ്യന്മാരെ ഏറ്റുവാങ്ങി ഖബറിൽ വെക്കുക. ആര് പറഞ്ഞു? ഹബീബായ നബി. മരിച്ച മയ്യത്തിന് ജനാസ സംസ്കരിക്കുന്ന നേരത്ത് മറവ് ചെയ്യാനുള്ള കൽപ്പന കൊടുക്കുകയാണ്. ഖബറിന്റെ അരികിൽ നിൽക്കുകയാണ്. വഖഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ കരയിൽ നിന്നു ഹബീബായ നബി. ശ്രദ്ധിക്കണില്ലേ? ഒരാളെ മറവ് ചെയ്യാ. എന്റെ കരയിൽ ആരുണ്ട്? റസൂലുണ്ട്. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുക്കുക. പെട്ടെന്ന് റസൂലുള്ള നേരെ ബേക്കിലേക്കട് പോയി. നിങ്ങൾ മറവ് ചെയ്തോളുക. മനസ്സിലാവണില്ലേ? ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. നിങ്ങൾ മറവ് ചെയ്തോളൂ. മറവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഹബീബായ നബി ബേക്കിലേക്ക് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് മറവൊക്കെ ചെയ്ത് കഴിഞ്ഞു. അവരോട് അവര് എല്ലാം കഴിഞ്ഞ് ഹബീബിന്റെ അരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് ഹബീബിനോട് പറഞ്ഞു, പുണ്യനബിയെ, വളരെ ആവേശത്തിലല്ലോ പുണ്യനബിയെ അങ്ങ് ജനാസയിൽ പങ്കെടുത്തത്, പിന്നെന്തേ പെട്ടെന്ന് മാറിപ്പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ശ്രദ്ധിക്കണം കേട്ടോ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഹബീബായ നബി പറഞ്ഞു, റഅയ്തുൽ ഹൂറൈൻ തദ്ഖുലാനി ഖബറഹു വതൻസിയാനി കഫനഹു. ഞാനതിന്റെ കരയിൽ നിൽക്കുമ്പോ നിങ്ങൾ ആ മയ്യത്താങ് എടുത്ത് ഖബറിലേക്ക് വെക്കാൻ നോക്കുമ്പോഴുണ്ട് രണ്ട് സ്വർഗീയ പെണ്ണുങ്ങൾ ഖബറിലേക്ക് ഓടി വരുന്നു. ഇവര് കയ്യും കാട്ടിയിട്ട് ഇയാളെ സ്വീകരിക്കുകയും ഇയാളെ കഫനെ മാന്തി പൊളിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. അയാളെ മേലേക്ക് അവര് വീണ് ചുംബിക്കുന്നത് കാണാൻ എനിക്ക് മോശമല്ലേ? ഞാൻ അവിടുന്ന് മാറിപ്പോണതാണ്. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു മനുഷ്യൻ, അത്ര വലിയ ആലിമൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ മദീനയിൽ പറ മരിച്ചു. അയാളെ ജനാസ മറവ് ചെയ്യുന്നു ആര്? റസൂലുള്ള. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിന്റെ കരയിൽ ഇങ്ങനെ നിൽക്കുന്ന റസൂലുള്ള പെട്ടെന്ന് ബാക്കിലേക്ക് അങ്ങോട്ട് പോയി. ഇനി നിങ്ങൾ മറവ് ചെയ്താൽ മതിയാ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മറവ് ചെയ്തോളൂ പറഞ്ഞു. അവര് മറവ് ചെയ്ത് പെട്ടെന്ന് ഓടി വന്നു. ഇതുവരെ വലിയ ആവേശം ഉണ്ടായിട്ട് പിന്നെ എന്റെ നബിയെ മാറിയതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ അല്ലല്ലോ, എനിക്ക് പലതും കാണൂലേ. റഅയ്തുൽ ഹൂറൈനി, ഞാൻ നോക്കുമ്പോഴുണ്ട് രണ്ട് പെണ്ണുങ്ങൾ കൈ കാട്ടി ആ മയ്യത്ത് അങ്ങോട്ട് വാങ്ങി. എന്നിട്ട് തൻസിയാനി കഫനഹു, ഈ പെണ്ണുങ്ങൾ രണ്ടും ആ മനുഷ്യന്റെ മയ്യത്താണ് താഴെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇയാളെ കഫം മാന്തി പൊളിക്കുക, ഇയാളുടെ സ്വന്തം ശരീരം ഒന്ന് ചുംബിക്കാൻ വേണ്ടിയിട്ട്. ആർക്ക് ചുംബിക്കണം? ഈ സ്വർഗീയ ഹൂർലിങ്ങൾക്ക്. അത് കണ്ടപ്പോ ഞാൻ അവിടുന്ന് മാറിപ്പോണതാണ്. ആര് പറഞ്ഞു? ഹബീബായ നബി. അതാണ് ഈ പറഞ്ഞത്. വലിയ ആലിമൊന്നുമല്ല, മദീനയിലെ ഒരു സാധാരണ, മനസ്സിലായില്ലേ പറഞ്ഞ? മദീനയിലെ ഒരു സാധാരണക്കാരൻ. إن كان من المقربين
فروح وريحان وجنة نعيم. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഖറബായ രക്ഷപ്പെടും. മുഖറബാകണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഉസ്താദ് പറഞ്ഞിലേക്ക് മടങ്ങാം. എന്ത് ഉസ്താദ് പറഞ്ഞത്? ഒരു 10-20 കൊല്ലം മുമ്പ് ടിപ്പു സുൽത്താൻ റോഡിന് വരെ ധാരിട്ടുണ്ടായിരുന്നില്ല. അക്കാലത്ത് വീടാന്തര രാത്രി വൈകുന്നേരം ഇറങ്ങി നടന്നാൽ എല്ലാ വീടുകളിൽ നിന്നും ഖുർആൻ ഓടുന്ന ശബ്ദം കേട്ടിരുന്നു. ഉസ്താദിന്റെ കുട്ടിക്കാലാ പറഞ്ഞത്. എന്തിനാ ഞാൻ പറയുന്നത്? എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ വീടുന്നും യാസീനോടുന്ന ശബ്ദം കേൾക്കും. മകന് ശേഷം ഉണ്ടായിരുന്നില്ലേ? എല്ലാ വീട്ടിൽ കേൾക്കും. ഹദ്ദാദ് സ്ഥിരമായി ചെയ്യും, ശബ്ദം കേൾക്കും. എന്റെ വീട്ടിൽ മഗ്‌രിബ് കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും യാസീനോടുമായിരുന്നു. എല്ലാ പെണ്ണുങ്ങളും യാസീനോദണമെന്ന നിയമമായിരുന്നു. എല്ലാവരും അവർക്ക് യാസീനോടാൻ കഴിയുന്ന ദിവസങ്ങളിൽ അവർ 3 യാസീനോടും. കുട്ടികൾ ചുരുങ്ങിയത് ഒരു യാസീനെങ്കിലും ഓടും. ആൺകുട്ടികൾ വല്യപ്പാനൊപ്പം പോകും പള്ളിയിലേക്ക്. ഞാൻ ആ കൂട്ടത്തിലാണ്. ഞങ്ങൾ ആൺകുട്ടികളൊക്കെ വല്യപ്പാനൊപ്പം പള്ളിയിൽ പോകും. ഇശാമഗ്‌രിബിന്റെ ഇടയിൽ പള്ളിയുടെ ഉള്ളിൽ ദർസ് നടക്കും. ആ ദർസിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കും. മദ്രസയിലുള്ളത് അതിന്റെ ചെരുവിലിരുന്ന് നോക്കും. മൻ ഖാല ഹീന യുംസി ബിസ്മില്ലാഹി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം 3 മർറാത്ത് ലം യളുറഹു ശൈഉൻ ഖാല റസൂലുള്ളാഹി. ഒരാളൊരു വൈകുന്നേരം മഗ്‌രിബിന് ശേഷമോ ഇശാന്റെ ശേഷമോ 3 വട്ടം ഇങ്ങനെ ചെല്ലിയാൽ എങ്ങനെ? ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം എന്ന് ചെല്ലിയാൽ 24 മണിക്കൂർ നേരം ഒരാപത്തും അവനെ ബാധിക്കുകയില്ല. മരിച്ചപ്പോൾ ഈമാൻ കിട്ടും. മരണം ഒരാപത്തല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെല്ലിയോ? ഇന്നലെ രാത്രി ഹദ്ദാദ് ചെല്ലിയവരെന്ന് കൈപോക്കി. എല്ലാരും ചെല്ലണം. ചിന്തിക്കണം. നീ ചിന്തിക്കണം. എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും ഹദ്ദാദ് ചെല്ലും. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 3 വട്ടം ചെല്ലിയാൽ ആ രാത്രി പിശാച് ബാധിക്കുകയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം ചൊല്ലിയിരുന്നത്. 4000 കൊല്ലം മുമ്പ് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും അലൈഹിസ്സലാത്തു വസ്സലാം അടുത്തു വിളിച്ച സയ്യിദുനാ ഇബ്രാഹിം ചെല്ലിയിരുന്നത് ഈ ദിക്റായിരുന്നു. അത് നമ്മൾ ഒഴിവാക്കി. ഹദ്ദാദാണത്.